സ്വന്തം പ്രാദേശിക ചാനലായ ഏജനെറ്റും എമി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും സംയുക്തമായി ഒരുക്കുന്ന ജിംഗിൾ ബെൽ മലയോരത്തോടൊപ്പം മൂന്നാം ദിവസം യാത്ര ചേപ്പറമ്പ് പയറ്റിയാൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ആരംഭിക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മോടൊപ്പം വന്നിരിക്കുന്നത് ഇവിടെയുള്ളവരാണ്. നമുക്ക് ഇവരൊന്ന് പരിചയപ്പെടാം. എന്താ പേര്? ജിസ്മി. ഇവിടെ തന്നെയാണ്. സ്ഥലത്തിന്റെ ശരിക്കുള്ള പേര് പയറ്റിയാലല്ലേ? എന്താ വർക്ക് ചെയ്യുന്നുണ്ട്? എന്താ ജോലി? നേഴ്സാണ്. എവിടെയാണ്? ഇപ്പൊ എവിടെയും ചെയ്യുന്നില്ല, സഹകരണത്തിലായിരുന്നു. അപ്പോൾ ഏജനെറ്റ് ചാനൽ അതുപോലെ തന്നെ എമി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും ഒരുക്കുന്ന ജിംഗിൾ ബെല്ലാണ്. അപ്പോൾ എമി ഗോൾഡ് ഈ 28-ാം തീയതി ശ്രീകണ്ഠാപുരത്ത് ഓപ്പൺ ആവുകയാണ്. അപ്പോൾ ഒട്ടനവധി ഓഫറുകളുണ്ട്, സമ്മാനങ്ങളുണ്ട്. ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ക്യാഷ് പ്രൈസ്, ഡയമണ്ട് മോതിരം എല്ലാം ഉണ്ട്. അപ്പോൾ തീർച്ചയായും 28-ാം തീയതി വരിക. എന്താ പേര്? ജിഫ്ന. എന്താ ചെയ്യുന്നത്? ഡയാലിസിസ് ടെക്നീഷ്യൻ. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? മംഗലാപുരം. അപ്പോൾ ഈ ക്രിസ്മസിന്റെ വെക്കേഷൻ വന്നാണ്. അപ്പോൾ 28-ാം തീയതി നമ്മുടെ എമി ഗോൾഡിൽ എന്തായാലും വരിക. എന്താ വെച്ച പേര്? അശ്വതി. എന്താ വർക്ക് ചെയ്യുന്നത്? ഞാൻ തയ്ക്കുന്നു. എവിടെ? ചെമ്പേരി. അപ്പോൾ എമി ഗോൾഡിൽ 28-ാം തീയതി വരിക. തീർച്ചയായും. പാട്ട് പാടുമോ? ഈ കൂട്ടത്തിൽ ആരെങ്കിലും രണ്ടുപേര് പാട്ട് പാടുമോ? അപ്പൊ 2 വരി പാട്ട് നമുക്ക് വേണ്ടി. മോളെ പേര് ചോദിച്ചില്ല. എന്താ മോളെ പേര്? അടിപൊളി, ഗംഭീരമായിട്ട് പാടി. എന്താ മോളെ പേര് പറഞ്ഞേ? എത്രല്ല പഠിക്കുന്നേ? അംഗൻവാടിയിലാ? എങ്ങനെ അംഗൻവാടിയിലൊക്കെ ഉഷാറാണോ? ഗംഭീരാണ്, സൂപ്പറാണ്. 28-ാം തീയതി എമി ഗോൾഡിൽ പോവൂലേ? പോവോ? ഷുവർ? ഓക്കെ. എല്ലാത്തിനും തലയാട്ടുന്നുണ്ട്. അപ്പോൾ മോള് വളരെ മനോഹരമായിട്ട് തന്നെയാണ് നമുക്ക് പാട്ട് പാടി തന്ന. മോക്ക് ഗിഫ്റ്റ് ഉണ്ട്. അപ്പോൾ മോള് പാടി തന്ന സ്ഥിതിക്ക് നമുക്ക് നേഴ്സല്ലേ, നമ്മളെ മാലാക ഒരു 2 വരി പാട്ട് നമ്മുടെ ഏജന്റിലെ പ്രേക്ഷകർക്ക് വേണ്ടി ഏതെങ്കിലും ഒരു 2 വരി പാട്ട് പാടിയാൽ നമ്മളെ എമി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന മനോഹരമായിട്ടുള്ള സമ്മാനമുണ്ട്. 2 പേരും ഒന്നിച്ച് പാടിക്കോ. കാന്തമോ ഓമലേ പറയൂ നിന്നും പാറി വന്ന ലാവണ്യമേ വൈശാഖസന്ധി നിൻ ചുണ്ടിലെന്തേ അരുമസകനതന കാന്തമോ. വാവ്, അടിപൊളി. എന്നിട്ടാണ് അറിയില്ല എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഈ പാട്ട് പാടിത്തന്ന നമ്മളെ കൊച്ചുമോക്ക് ആദ്യം തന്നെ സമ്മാനം കൊടുക്കുകയാണ്. എമി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന മനോഹരമായിട്ടുള്ള സമ്മാനം. നല്ലൊരു കൈയുടെ ഉഷാർ. സന്തോഷമായോ? ഒരു ഷേക്കാൻ കൊടുക്കുക. അപ്പോ നമുക്ക് കൊടുക്കട്ടെ സമ്മാനം. അപ്പോൾ എമി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന മനോഹരമായിട്ടുള്ള സമ്മാനം. അപ്പോൾ 28-ാം തീയതി എന്തായാലും നിങ്ങൾ എമി ഗോൾഡിൽ എത്തൂലേ? എന്നാ എമി ഗോൾഡ് ആൻഡ് ജ്വല്ലറിക്ക് നമ്മുടെ ഒരു ആശംസ പറഞ്ഞേ. എമി ഗോൾഡിന് എല്ലാവിധ ആശംസകളും. അടിപൊളി. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ദിവസത്തെ ഈ യാത്ര ഇങ്ങനെ ആരംഭിക്കുകയാണ്. ചേപ്പറമ്പിൽ നിന്നാണ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടികളൊക്കെ റെഡിയാണ്. നമ്മളെ സ്റ്റിക്കർ ഒട്ടിച്ച നമ്മുടെ ഇനോവ, നമ്മുടെ എമി ഗോൾഡിൻ്റെയും ഏജന്റിൻ്റെയും മൂന്നാമത്തെ ദിവസത്തെ ജിംഗിൾ ബെൽ മലയോരത്തോടൊപ്പം യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. അതിഗംഭീരമായിട്ടുള്ള തുടക്കമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും റെഡിയാണ്. നമുക്ക് ഒരുപാട് മലയോര മേഖലയുടെ സ്ഥിരാകേന്ദ്രങ്ങളിലൂടെയുള്ള യാത്ര മൂന്നാം ദിവസം അതിഗംഭീരമായിട്ട് അങ്ങ് നടക്കാം.
ചേപ്പറമ്പ് ടൗണിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. നമ്മളോടൊപ്പം ഇപ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവർമാരൊക്കെ ഉണ്ട്. അപ്പോൾ ക്രിസ്മസ് അപ്പൂപ്പൻ നമ്മളെ മൂന്നാമത്തെ യാത്രയിൽ ചേപ്പറമ്പ് നിന്നാണ് നമ്മൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഒക്കെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞത് നമുക്ക് ചലിക്കാം. അപ്പോൾ എമി ഗോൾഡൻ ഡയമണ്ട്സും ഏജന്റും സംയുക്തമായി ഒരുക്കുന്ന ജിംഗിൾ ബെൽ മലയോരത്തോടൊപ്പമാണ്. എന്താണ് ഏട്ടൻ്റെ പേര്? എൻ്റെ പേര് ശ്രീജിത്ത്. ശ്രീജിത്ത്, എങ്ങനെയാണ് ക്രിസ്മസ് ഒക്കെ? ക്രിസ്മസ് ഞാൻ കസ്റ്റമാറ്റാന്ന്. എന്നാൽ ക്രിസ്മസ് എല്ലാവരും കൂടുതൽ ഇപ്പോൾ അടിച്ചു പൊളിച്ച് എല്ലാവരുടെയും കൂടെ എല്ലാവരുടെയും ആഘോഷമാണ് ക്രിസ്മസ്. അടിച്ചു പൊളിച്ച്. ഇവിടെ എത്ര വർഷമായി ഓട്ടോ ഓടിക്കുന്നത്? ഞാൻ ഒരു 5-10 വർഷത്തോളം. 5 വർഷം. എങ്ങനെ ജോലിയൊക്കെ എങ്ങനെ? സാറിന് കുഴപ്പമൊന്നുമില്ല. ഇവിടെയൊക്കെ ഉണ്ട്. ഓ ഉണ്ട്. എണ്ണവില വർധനമാണ് നമുക്ക് ചെറിയൊരു അത് പിന്നെ അത് വേറൊരു വശമല്ല. അത് വേറൊരു രീതിയിലേക്ക് പോകുന്നു. അത് പിന്നെ തരം ചെയ്തു പോകുന്നു. ഏട്ടാ എന്താ പേര്? എൻ്റെ മനോജ്. മനോജേട്ടൻ എവിടെ എത്ര വർഷമായി ഓട്ടോ ഓടിക്കുന്നു? ഓട്ടോറിക്ഷ അടുത്ത കാലത്താണ്. അപ്പോൾ 28-ാം തീയതി നമ്മുടെ എമി ഗോൾഡ് ശ്രീകണ്ഠാപുരത്ത് ഓപ്പൺ പോവുകയാണ്. അപ്പോൾ അന്നത്തെ ദിവസം നറുക്കെടുപ്പിലൂടെ നിരവധി ക്യാഷ് പ്രൈസ് അതേപോലെ തന്നെ സ്വർണ്ണ മോതിരങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ 28-ാം തീയതി നിങ്ങൾ എന്തായാലും ശ്രീകണ്ഠാപുരത്തേക്ക് വരിക. എൻ്റെ പേര് ജിതിൻ. എങ്ങനെ വർക്കൊക്കെ? കുഴപ്പമില്ല, ഉഷാറായിട്ട്. അപ്പോൾ 28-ാം തീയതി നമ്മളെ എമി ഗോൾഡിലേക്ക് വരിക. ക്രിസ്മസിൻ്റെ എല്ലാവിധ ആശംസകളും ഏജന്റ് നേരുകയാണ്. ഒരു പാട്ട് പാടുമോ? ആരാ ഇതിനകത്ത് ഒരു 2 വരി? എന്താ ഏട്ടൻ്റെ പേര്? സുരേന്ദ്രൻ. മാറി നിൽക്കുന്ന എന്താ? ഓ, ഇത് വായിച്ചോണ്ടിരിക്കുകയാണ് ഓഫറുകൾ. എമി ഗോൾഡിന്റെ ഓഫറുകൾ എന്താണെന്ന് ഇങ്ങനെ വായിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ 28-ാം തീയതിയാണ് ഉദ്ഘാടനം. എന്തായാലും വരണം, തീർച്ചയായും. ഒരു പാട്ട് പാടുമോ? നമ്മളെ പാട്ട് പാടാൻ അറിയില്ല. എന്നാ പിന്നെ നമ്മളെ ഈ ക്രിസ്മസിനെ കുറിച്ച് ഒരു സന്ദേശം, ഒരു 2 വാക്ക്. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ജാതിമത വ്യത്യാസമില്ലാണ്ട് എല്ലാവരും ആഘോഷിക്കുന്ന ഇതല്ലേ. ഇവിടെ എല്ലാവർക്കും എൻ്റെ പിന്നെ മനസ്സ് നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. എമി ഗോൾഡിനും ആശംസകൾ. എമി ഗോൾഡിനും ആശംസകൾ. ഓക്കെ, ഇത് പുതുവത്സര ആശംസകളുണ്ട്. അപ്പോൾ ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേർന്നിരിക്കുകയാണ് നമ്മുടെ ചേപ്പറമ്പിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ. അപ്പോൾ എല്ലാവർക്കും നല്ല ക്രിസ്മസ് ആശംസകൾ. ചേപ്പറമ്പിലെ നല്ലവരായ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് നമ്മൾ ക്രിസ്മസിൻ്റെ എമി ഗോൾഡിൻ്റെയും ഏജന്റിൻ്റെയും ക്രിസ്മസ് ആശംസകൾ നേരുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ചേപ്പറമ്പ് ടൗണൊക്കെ? ചേപ്പറമ്പ് കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ആളുകളൊക്കെ കുറച്ച് കുറവാണ്. അത് രാവിലെ തന്നെ ആയതുകൊണ്ടായിരിക്കും അല്ലേ. എന്തായാലും എല്ലാവിധ ആശംസകളും നേർന്നു. അപ്പോൾ എല്ലാവരും എമി ഗോൾഡിൽ 28-ാം തീയതി വരിക. ഓക്കെ. യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മലയോര ജനതയുടെ സ്ഥിരാകേന്ദ്രങ്ങളിലൂടെ ജിംഗിൾ ബെൽ മലയോരത്തോടൊപ്പം ഏജന്റും എമി ഗോൾഡും സംയുക്തമായി ഇതാ ഇറങ്ങിയിരിക്കുകയാണ്. ഈ ചേപ്പറമ്പിൽ നിന്ന് വീണ്ടും നമ്മൾ യാത്ര തിരിക്കുകയാണ്. ഓക്കെ, വാ. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ ഏജന്റും എമി ഗോൾഡും ഇപ്പോൾ ജിംഗിൾ ബെൽ മലയോരത്തോടൊപ്പം യാത്ര തുടങ്ങിയിട്ട് 3-ാം ദിവസമാണ്. ഇപ്പോൾ നടുവിൽ ടൗണിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നടുവിൽ ടൗണാണ് മലയോര ജനതയുടെ ഒരു സ്ഥിരാകേന്ദ്രമാണ് നമ്മളെ ഈ നടുവിൽ ടൗൺ എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ നമുക്ക് ഈ ചേട്ടനൊന്ന് പരിചയപ്പെടും. ചേട്ടൻ ഇവിടുത്തെ ഒരു ബിസിനസ്സുകാരനാണ്. എന്താ ചേട്ടാ പേര്? രാജൻ. ഇവിടെ എന്താ വീട്ടുപേര്? വിളക്കണ്ടാത്തെന്ന് പറയും. നടുവിൽ തന്നെയാണ് ഐശ്വര്യ ബേക്കറി. നടുവിൽ നല്ല പേരാണ് അല്ലേ, ഐശ്വര്യം. ഐശ്വര്യം പറഞ്ഞ എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? ആയി വരുന്നേ ഉള്ളൂ. നാളെ മുതലാണ്, എന്നാലും മോശമില്ല. എത്ര വർഷമായി ഇപ്പോൾ? 22 വർഷമായി. 22 വർഷം. നടുവിൽ ടൗണിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നടുവിൽ ഒത്തിരി ബിൽഡിങ്ങുകൾ, ഒത്തിരി ഷോപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. റോഡിൻ്റെ പുരോഗമനം, ജനതയ്ക്കുള്ള പുരോഗമനം എല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീകണ്ഠാപുരത്ത് 28-ാം തീയതി എമി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഉദ്ഘാടനം ചെയ്യാണ്. നിരവധി സമ്മാനങ്ങൾ ഉണ്ടാകും. അപ്പോൾ 28-ാം തീയതി എന്തായാലും നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. ഉണ്ടായിരിക്കും അല്ലേ. നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു 2 വരി പാട്ട് പാടാൻ അറിയില്ല. ഒരു നമ്മളെ ഭക്തിഗാനം മതി. നമ്മുടെ ഒരു പാട്ടും എനിക്കറിയില്ല. സ്നേഹത്തോടു കൂടി പറയാം. അപ്പോൾ ഓക്കെ, പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. അപ്പോൾ 28-ാം തീയതി എന്തായാലും എമി ഗോൾഡിൽ വരിക, പങ്കെടുക്കുക. അതുപോലെ തന്നെ ഏജന്റാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. ഏജന്റ് കാണാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അപ്പോൾ എനിക്ക് കാണണം. ഈ പരിപാടിയൊക്കെ അതിൽ വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ബിസിനസ് ഒക്കെ നന്നായി നടക്കട്ടെ. അപ്പോൾ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നടുവിൽ ടൗണിലാണ്. അപ്പോൾ അവിടെ കുറച്ച് മക്കളൊക്കെ ഉണ്ട്, അവരൊന്ന് പരിചയപ്പെടാം. എന്താ നമ്മളെ പേര്? സന. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം ഹൈ സ്കൂൾ. എന്താ നമ്മളെ പേര്? കീർത്തി. എത്ര ക്ലാസ്സിലാ? 10.
ദേവിക ദേവിക എത്ര ക്ലാസ്സിലാണ്? 10. 10. നിവേദ്യ നിവേദ്യ. അലോന അലോന. ദിയ ദിയ ദിയ. അനിറ്റ അനിറ്റ. നവിന നവിന. ആഞ്ചലീന അഞ്ജലി. ലീഷ ലീഷ. ഇത് നമ്മുടെ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ ഏജനെറ്റും അതേപോലെ തന്നെ എമി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും സംയുക്തമായി ഒരുക്കുന്ന ജിംഗിൾ ബെൽ മലയോരത്തോടൊപ്പമുള്ള യാത്രയാണ്. അപ്പോൾ നിങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ്. ക്രിസ്മസ് ഒക്കെ എങ്ങനെ അടിച്ചുപൊളിയാണോ? ഗംഭീരം. ആരെ ഈ കൂട്ടത്തിലൊന്ന് പാട്ട് പാടുക? ഒരു രണ്ടുപേര് നമ്മുടെ ഏജനെറ്റിലെ പ്രേക്ഷകർക്ക് വേണ്ടി. ആര്? ദേവി. ദേവി നല്ലൊരു പാട്ടുകാരിയാണ് എന്നാണ് പറയുന്നത്. ജസ്റ്റ് രണ്ടുപേര് നമ്മുടെ ഏജനെറ്റിലെ പ്രേക്ഷകർക്ക് വേണ്ടി. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നോർ പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി. അടിപൊളി. നല്ലൊരു കഴിവ് കൊടുത്തേ ഉഷാറായിട്ട്. അപ്പോൾ ഗംഭീരമായിട്ടുള്ള നല്ല കലാകാരന്മാരും കലാകാരികളൊക്കെ ഉള്ള നാടാണ് നമ്മുടെ ഈ നടുവിൽ എന്ന് പറയുന്നത്. ഇനി ആരാ ഒരു പാട്ട് പാടുക? പാട്ട് പാടിക്കഴിഞ്ഞാൽ എമി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന മനോഹരമായിട്ടുള്ള സമ്മാനം ഉണ്ടല്ലേ? അതെ, തീർച്ചയായിട്ടും. ആരൊക്കെ പാടുന്ന വെച്ചാൽ പാടുക. നല്ലൊരു അവസരമാണ്. ആരാ? രണ്ടുപേര്. ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ ചോദ്യത്തിന് ഉത്തരം നൽകി കഴിഞ്ഞാൽ ഒരു ചോദ്യമുണ്ട്. ചോദ്യത്തിന് ഉത്തരം നൽകി കഴിഞ്ഞാൽ എമി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന മനോഹരമായിട്ടുള്ള സമ്മാനം. ക്രിസ്മസ് ആഘോഷമൊക്കെയാണ് ഇപ്പം അല്ലേ? ക്രിസ്മസിന്റെ യഥാർത്ഥ നാമം എന്താണ്? ചോദ്യം ഇതാണ്. ക്രിസ്മസിന്റെ യഥാർത്ഥ നാമം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എമി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന മനോഹരമായിട്ടുള്ള സമ്മാനമുണ്ട്. ക്രിസ്മസിന്റെ യഥാർത്ഥ നാമം എന്തേലും പറ. ക്രിസ്തുവിന്റെ ജനനം അറിയില്ല. അറിയില്ല. ക്രിസ്തുവിന്റെ ജനനം ക്രിസ്തുവിന്റെ ജനനം അറിയില്ല. ക്രിസ്തുവിന്റെ ജനനം ക്രിസ്തുവിന്റെ ജനനം ക്രിസ്തുവിന്റെ ജനനം ക്രിസ്തുവിന്റെ ജനനം അല്ല. ഉത്തരം ശരിയല്ല. എന്നാലും കുഴപ്പമില്ല. ഒരു പാട്ട് കൂടി ആരെങ്കിലും പാടിത്തരുമോ? ദേവികൻ അടിച്ചിട്ട് പാടുവോ? ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം മൃദതാളം ധരള മധുര മുരളിയുണരും പ്രണയഭരിത കവിതയുണരും മനസ്സ് നിറയെ മധുരഹരിത മതമഹോത്സവം വരവീണകൾ മധുപാണികൾ മതമുടു തിരുവടി തൊഴുതി സ്തുതി ചേരണ മലിവോടതിലനുപദമനുപദമഴ മതിമുഖി മമ സഖിമയിൽ നട ഇവളുടെ നടനം ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം. ഓക്കെ, വളരെ വളരെ സന്തോഷം. കാരണം ദേവിക മോക്ക് എമി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന മനോഹരമായിട്ടുള്ള സമ്മാനം. ഭാവിയിൽ വളർന്ന് നല്ല ഒരു ഗായികയായി നമ്മളെ നടുവിൻ്റെ ഒരു വാനമ്പാടിയൊക്കെ ആയി തീരട്ടെ എന്ന് ഏജനറ്റും എമി ഗോൾഡും ആശംസിക്കുകയാണ്. ചോദ്യം ഇതാണ്. ക്രിസ്നാമം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എമി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന മനോഹരമായിട്ടുള്ള സമ്മാനമുണ്ട്. ക്രിസ്മസിന്റെ യഥാർത്ഥ നാമം എന്തേലും പറ. ക്രിസ്തുവിന്റെ ജനനം അറിയില്ല. അറിയില്ല. അപ്പോൾ നടുവിൽ ടൗണിലെ ടാക്സി ഡ്രൈവർമാരൊക്കെയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ജിംഗിൾ ബെൽ യാത്രയിൽ ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. അപ്പോൾ ഇവരൊക്കെ നമുക്ക് പരിചയപ്പെടാം. ഇത് നമ്മുടെ ഏജന്റും അതേപോലെ തന്നെ എമി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സംയുക്തമായി ഒരുക്കുന്ന ജിംഗിൾ ബെൽ മലയോരത്തോടൊപ്പമുള്ള പരിപാടിയാണ്. അപ്പോൾ നിങ്ങളെ കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എമി ഗോൾഡിൻ്റെ പുതിയ ഷോറൂമിൻ്റെ ഉദ്ഘാടനം ശ്രീകണ്ഠാപുരത്ത് 28-ാം തീയതിയാണ്. തീർച്ചയായും വരണം. ഏട്ടൻ്റെ പേരെന്താണ്? എൻ്റെ പേര് സോജൻ. സോജൻ. എവിടെ വീട്? ഇവിടെ കൊക്കായിലാണ്. ഇവിടെ അടുത്ത് തന്നെയാണ്? അടുത്ത് തന്നെയാണ്. എത്ര വർഷമായി ഇവിടെ? ഇവിടെ 12 വർഷമായി. 12 വർഷമായി. എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? കാര്യങ്ങളെല്ലാം ഉഷാറായിട്ട് തന്നെ പോകുന്നു. വർക്ക് നന്നായിട്ടുണ്ട്? വർക്ക് കുറവാണ്. ശബരിമല സീസണൊക്കെ ആയിട്ട് എന്നാലും കുറവാണ് പൊതുവിലല്ലേ. പിന്നെ ക്രിസ്മസിനെ കുറിച്ച്, ക്രിസ്മസിന്റെ ആഘോഷങ്ങൾ അടിപൊളിയായിട്ട് ആഘോഷമായിട്ട് ഞങ്ങൾ എല്ലാവരും ടാക്സിക്കാരെല്ലാം കേക്ക് മുറിച്ചു. അടുത്ത ദിവസം ഇനിയും കേക്ക് മുറിക്കാൻ കിടക്കുന്നു. ന്യൂ ഇയറിനോടനുബന്ധിച്ചല്ലേ. പിന്നെ പാട്ട് പാടും? പാട്ട് പാടുകയല്ല. നിങ്ങൾ ഇവിടെ ഉള്ള ടാക്സി ഡ്രൈവർമാരിൽ ഏറ്റവും നല്ല ഗായകനാരാണുള്ളത്? ഞങ്ങൾ ഗായകരൊക്കെ എല്ലാവരും നമ്മുടെ നോട്ടീസും കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഏട്ടാ എന്താ പേര്? എൻ്റെ പേര് ഭാസ്കരൻ. ഭാസ്കരൻ. ഇവിടെ ടാക്സി ഡ്രൈവറാണോ? അല്ല അല്ല, ഞാൻ ഇവിടെ വന്നതാണല്ലേ. വന്നപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ എമി ഗോൾഡിന്റെ ഉദ്ഘാടനമാണ് നമ്മുടെ 28-ാം തീയതി. തീർച്ചയായും ശ്രീകണ്ഠാപുരത്ത് വരണം. ഒരുപാട് സമ്മാനങ്ങളുണ്ട്. വരും. ഏട്ടാ എന്താ പേര്? എൻ്റെ ഷിജു. ടാക്സി ഡ്രൈവറാണ്. ഗുഡ്സിന്റെ. എങ്ങനെയുണ്ട് ജോലിയൊക്കെ? ജോലി ഇങ്ങനെ പോകുന്നു. കുറവാ.
ക്രിസ്മസിന്റെ ആഘോഷങ്ങളൊക്കെ ആ കുഴപ്പമില്ല നടക്കുന്നുണ്ട്. ഉഷാറായിട്ട് നടക്കുന്നു. 28-ാം തീയതി ഉദ്ഘാടനമാണ് നമ്മുടെ എമി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ശ്രീകണ്ഠാപുരത്ത്. തീർച്ചയായും വരണം. തീർച്ചയായും. ഒരുപാട് സമ്മാനങ്ങളുണ്ട്, ആകർഷകമായ ഒരുപാട് ക്യാഷ് പ്രൈസ്, അതുപോലെ തന്നെ സ്വർണ്ണ നാണയങ്ങളൊക്കെ ഉണ്ട്. ഏട്ടാ ഇത് വായിക്കുന്നതിന്റെ തിരക്ക്, കലണ്ടർ നോക്കുന്നതിന്റെ തിരക്കിലാണല്ലേ? പുതിയ കലണ്ടറല്ല, അപ്പം നോക്കിയേക്കാം. എമി ഗോൾഡിന്റെ കലണ്ടറാണ്. അപ്പം ഈ വർഷം മൊത്തം, ഇനി 2024 മൊത്തം നമ്മുടെ വീടുകളിൽ ഇത് കാണണം. എന്താ ഏട്ടൻ്റെ പേര് പറഞ്ഞ? എൻ്റെ പേര് ഷാജി. ഷാജി. വീട് ഇവിടെ തന്നെ, നടുവിൽ തന്നെ. എങ്ങനെ വർക്കൊക്കെ എങ്ങനെ പോകും? കുഴപ്പമില്ല, ഇപ്പം പണി കുറവാണ്, അങ്ങനെ പോകുന്നു. കുഴപ്പമില്ല. അപ്പോൾ എമി ഗോൾഡിൽ 28-ാം തീയതി വരിക. ഒരു പാട്ടൊക്കെ നമ്മളെ ഇവിടെ ഇപ്പം പാടുന്ന ടീം ആരും തന്നെ ഇല്ലല്ലേ? ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ ഇവരോട് എന്താണ് നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പന് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു നട്ടുച്ച സമയമാണ് അല്ലേ? അപ്പോൾ ഓട്ടങ്ങളൊക്കെ ഇങ്ങ് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെ മുഖത്ത് നല്ല സന്തോഷമൊക്കെ ഉണ്ട്, ഹാപ്പിയാണ്. ഒരു കൂട്ടായ്മ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, ഒരു സൗഹൃദം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവിധ ആശംസകളും. അപ്പോൾ ടാക്സി ടീമാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരോട് ജസ്റ്റ് പേരൊക്കെ. ഏട്ടാ എന്താ പേര്? റസാഖ്. എങ്ങനെ നമ്മുടെ ആഘോഷങ്ങളൊക്കെ? ഉഷാറന്നെ. പണിയൊക്കെ എങ്ങനെ പോകുന്നു? അങ്ങനെ പോകുന്നു. എന്താ പേര്? അജീഷ്. ഡ്രൈവർ തന്നെ. എങ്ങനെയുണ്ട് വർക്കും കാര്യങ്ങളും? നല്ല കുഴപ്പമില്ല. എൻ്റെ ഒരു താജുദ്ദീൻ. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല ഉഷാറായിട്ട്. അപ്പോൾ 28-ാം തീയതിയാണ് നമ്മുടെ എമി ഗോൾഡിന്റെ ഉദ്ഘാടനം ശ്രീകണ്ഠാപുരത്ത്. അപ്പോൾ നിങ്ങൾ എന്തായാലും വരണം. ഓക്കെ. പേര് പ്രഭാകരൻ. പ്രഭാകരൻ. വീട് എവിടെയാണ്? ഇവിടെ തന്നെ വീട് ലേശപ്പുറം മണ്ഡലം. എങ്ങനെ നമ്മളെ ആഘോഷങ്ങളൊക്കെ, ക്രിസ്മസും അതുപോലെ തന്നെ പുതുവത്സരത്തിന്റെ ആഘോഷങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? പുതുവത്സരത്തിന് അടിപൊളിയാക്കും, ഗംഭീരാക്കും. ഒരു അടുത്ത വർഷത്തെ നമ്മൾ വരവേ. അതെ അതന്നെ, അത് അടിപൊളി ആക്കണമെന്നാണ് വിചാരിക്കുന്നത്. ഏട്ടന് പുതുതലമുറയോട് എന്താണ് പറയാനുള്ളത് 2024 വരുമ്പോൾ? അത് ഞാൻ പറയാൻ റെഡിയില്ല. എന്തെങ്കിലും ഒന്ന് പറ. ഇല്ലല്ലേ? അയ്യോ. ഓക്കെ. അപ്പോൾ 28-ാം തീയതി എമി ഗോൾഡിന്റെ ഉദ്ഘാടനമാണ് ശ്രീകണ്ഠാപുരത്ത്. അപ്പോൾ എന്തായാലും വരിക. ഓക്കെ. ചിരി അടക്കാൻ പറ്റുന്നില്ല, ലേശം പല്ലിന്റെ എണ്ണം കുറവായതുകൊണ്ട്. അതുകൊണ്ട് മലയാളത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ ഏജനെറ്റും എമി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും ആണ് ഇവിടെ എത്തിയിരിക്കുന്നത്. വളരെ നല്ല നർമ്മത്തിൽ ചാലിച്ച സംസാരങ്ങളൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ടാക്സി ഡ്രൈവർമാരെ നമുക്ക് തരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് യാത്ര തുടരാം. അപ്പോൾ നമ്മുടെ ജിങ്കിൾ വെല്ലി യാത്ര ഇതിപ്പോൾ ചെമ്പന്തൊട്ടി ടൗണിലാണ് വന്നെത്തിയിരിക്കുന്നത്. നമുക്ക് ടൗണിലൂടെയുള്ള യാത്രകളൊക്കെ ഒന്ന് കാണാം, നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും എമി ഗോൾഡിന്റെ ഉദ്ഘാടനത്തിന്റെ എല്ലാം അറിയിച്ചുകൊണ്ട് നമുക്ക് പോവാം. നമ്മൾ ഇപ്പോൾ ഇവിടെ വന്ന് നിന്നപ്പോൾ തന്നെ എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് എന്താണ് പരിപാടി. അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് അവരോട് ഇടയിലേക്ക് കടന്നതല്ല. അപ്പോൾ നമ്മുടെ ജിങ്കിൾ വെല്ലി എന്ന് പറയുന്ന ഒരു യാത്രയാണ്. എമി ഗോൾഡും അതുപോലെ തന്നെ ഏജനറ്റ് ന്യൂസും സംയുക്തമായി ഒരുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. മലയോര മേഖലയിലെ സ്ഥിരകേന്ദ്രങ്ങളിലൂടെയുള്ള യാത്രയാണ്. അപ്പോൾ ഒരു പ്രശസ്ത ഒരു ചിത്രകാരനാണ്. അപ്പോൾ സാറിന് ഈ ഒരു യാത്രയിൽ നമുക്ക് കിട്ടിയത് വളരെ സന്തോഷമുണ്ട്. എങ്ങനെ സാറേ ക്രിസ്മസും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു, ആഘോഷങ്ങളൊക്കെ? ആഘോഷം അങ്ങനെ വരുന്നല്ലേ ഉള്ളൂ, വരട്ടെ. ആഘോഷങ്ങളൊക്കെ നല്ലതാണ്. എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുന്നതാണെങ്കിലാണ് കൂടുതൽ നന്നാവുക. അത് ക്രിസ്ത്യാനികളുടെ ആഘോഷം മാത്രമാവരുത്, മറ്റുള്ള എല്ലാ സമുദായക്കാരെയും കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ആഘോഷങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം ഉണ്ടാവുക. അതാണ് ഇപ്പോൾ ക്രിസ്മസിൻ്റെ കാര്യത്തിൽ നമ്മൾ കാണേണ്ടത്. ക്രിസ്മസ് നല്ല എന്തായാലും അങ്ങനെയൊക്കെയാണ് വേണ്ടത്. അതിനൊരു മതേതര സ്വഭാവം ഉണ്ടാവണം, മതാത്മകമായിരിക്കരുത്. ക്രിസ്തു ലോകത്തിൻ്റെ രക്ഷകനാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് മറ്റു മതത്തിൻ്റെ രക്ഷകനാണ് അദ്ദേഹം എന്ന വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ കഴിയണ്ടേ. അതായിരിക്കും കുറച്ചുകൂടെ അഭികാമ്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞങ്ങൾ സാറ് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ എല്ലാ വിശേഷങ്ങളിലും മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ ഏജനറ്റ് കഴിഞ്ഞ പ്രാവശ്യം മാവേലിയായിരുന്നു. ക്രിസ്മസിനിപ്പോൾ ക്രിസ്മസ് അപ്പൂപ്പനെ കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എമി ഗോൾഡ് ആണ് ഇത് സംയുക്തമായി ഒരുക്കുന്നതാണ്. എമി ഗോൾഡ് ശ്രീകണ്ഠാപുരത്ത് 28-ാം തീയതി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് പ്രവർത്തനം ആരംഭിക്കുന്ന ജ്വല്ലറിയാണ്. അപ്പോൾ ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ യാത്രയെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്, മലയോര ജനതയുടെ സ്ഥിരകേന്ദ്രങ്ങളിലൂടെയുള്ള ഈ യാത്രയെക്കുറിച്ച്? കേരളത്തിന് തീരദേശ ജനത, മധ്യദേശ ജനത, മലയോര ജനത എന്നങ്ങനെ വിശേഷിച്ച് പറയേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ജനത എല്ലാം ഒരേ ഒരു വിഭാഗത്തിൽപ്പെടുന്നവർ തന്നെയാണ്. പിന്നെ മലയോരത്ത് വേണമെങ്കിൽ നമുക്ക് കാർഷിക ജനത എന്ന് പറയാം.
ഒരു കൃഷി പ്രധാന വരുമാന മാർഗമായി മാറിയിട്ടുള്ള അതൊരു തൊഴിലായി സ്വീകരിച്ചിട്ടുള്ള ആളുകളെയാണ് നമ്മൾ ഈ ഭാഗത്ത് കാണാൻ കഴിയുക. പിന്നെ മലയോര ജനത നേരിടുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഉരുളുപൊട്ടലോ യാത്രാ ക്ലേശമോ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പൊതുവെ പിന്നെ ചികിത്സാ സൗകര്യങ്ങളുടെ ലഭ്യതക്കുറവ്, സ്കൂളുകൾ, കോളേജുകൾ, ഇതിൻ്റെയൊക്കെ പോരായി ഉണ്ടായിരുന്നു. പക്ഷേ ഈ കാലത്ത് അതൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ മാറ്റത്തിനുള്ള ഒരു തുടക്കം എങ്കിലും ആയിട്ടുണ്ട്. ഇതാണ് പൊതുവിൽ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. മുമ്പ് അങ്ങനല്ല. മുമ്പ് മലയോര ജനത എന്ന് പറയുന്നത് ഒരു തുരുത്ത് തന്നെയാണ്. ആ തുരുത്തിൽ നിന്ന് പുറത്തേക്ക് വരാനും പൊതുസമൂഹത്തിൻ്റെ ഭാഗമാകാനും കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് കേരളം ആസകലം നമ്മൾ ഒരു ഒറ്റ കേരളം, ഒരു ജനത എന്ന നിലയിൽ അഭിമാനിക്കേണ്ട ഒരു ഘട്ടത്തിലാണുള്ളത്. അതിൽ നമുക്ക് അഭിമാനിക്കാൻ എത്ര കണ്ട് കഴിയുന്നു എന്നുള്ളത് അവരവരുടെ നിലപാടും അറിവും താല്പര്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അങ്ങനെ വേണമെങ്കിൽ കാണാവുന്ന ക്രിസ്മസ് ആയാലും ഏതാഘോഷം, ക്രിസ്മസ് ജീസസ് ക്രൈസ്റ്റ് ബോൺ ഓൺ എ ക്രിസ്മസ് ഡേ എന്ന് ഒരു കവിതയുണ്ട്. അതായത് ക്രിസ്തു ജനിച്ചത് ഒരു ക്രിസ്മസ് ദിനത്തിലാണെന്ന്. ക്രിസ്മസ് എന്ന് പറയുന്നത് മുമ്പേ ഇവിടെ ഉണ്ട്. യേശുവിന് മുമ്പേ ക്രിസ്മസ് ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇല്ല. അത് വിശ്വസിക്കേണ്ടി വരും. കാരണം അത് സൂര്യദേവൻ്റെ ജന്മദിനമായിട്ട് ജ്യൂസാ വിചാരിച്ചിരുന്ന ദിവസമാണ്. അപ്പോൾ ഒരു ജനത അങ്ങനെ തന്നെ കൺവേർട്ടഡ് ആകുമ്പോൾ അവർക്ക് അവരുടെ ചില ദിവസങ്ങളെ, ആഘോഷങ്ങളെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനം എന്നാൽ പിന്നെ സൂര്യദേവൻ്റെ ജന്മദിനം ആയിക്കളയാം എന്നങ്ങ് വിശ്വസിക്കുകയാണ്. അതാണ് ആ പാട്ടിൻ്റെ ബേസ്. പല ആളുകൾക്കും കാലം പതിച്ചു കൊടുക്കുന്ന ചില ചിത്രങ്ങളുണ്ട്, അതിൽ നിന്ന് മോചനമില്ല. യേശുക്രിസ്തുവിനെ വരയ്ക്കുന്നത് റാഫേലാണ്. ഇന്ന് കാണുന്ന യേശുക്രിസ്തുവിനെ വരച്ചത് റാഫേലാണ്. അതൊരു ഫ്രഞ്ച് മോഡലായിരുന്നു, അതൊരു മദ്യപാനി. ഇന്ന് നമ്മൾ യേശു എൻ്റെ ഉള്ളിലേക്ക് വന്നു എന്നൊക്കെ ആളുകൾ വല്ലതും പറയുന്നുണ്ടെങ്കിൽ റാഫേലിൻ്റെ ചിത്രം വന്നു എന്നാണ് അർത്ഥം. റാഫേലിൻ്റെ ചിത്രത്തിന് മുമ്പ് യേശുക്രിസ്തുവിൻ്റെ രൂപം 1-ാം നൂറ്റാണ്ടിലെ യേശു 14-ാം നൂറ്റാണ്ടിൽ വരയ്ക്കുമ്പോൾ ഫോട്ടോ ഇല്ല, പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇല്ല, ഫോട്ടോസ്റ്റാറ്റ് ഇല്ല, ഒന്നുമില്ല. ഇല്ലാത്ത കാലത്ത് യേശുവിനെ ജനിപ്പിക്കുകയാണ്, പുനർജനിപ്പിക്കുകയാണ്. ഇത് പണി ചിത്രകാരന്മാരാണ് എടുത്തത്. റാഫേലായിരുന്നു. റാഫേൽ ഒരു 1-ാം നിര ചിത്രകാരനും ആയിരുന്നില്ല ആ കാലത്ത്. നമ്മളതുകൊണ്ട് പ്രീ റാഫേലിസ്, പോസ്റ്റ് റാഫേലിസ് എന്നൊക്കെ പറയേണ്ടതായിട്ട് വരുന്നതും യേശുവിനെ വരച്ച ഒരാൾ എന്നുള്ള നിലയ്ക്കാണ്. കാരണം അദ്ദേഹം വരച്ചത് നോക്കി വരച്ചോളാൻ മാർപ്പാപ്പ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഒരുപാട് ചരിത്രവും ഒരുപാട് പിന്നെ ചരിത്ര വിരുദ്ധവുമായ കാര്യങ്ങളുടെ സമാഹാരമാണ് വിശ്വാസം എന്നൊക്കെ പറയുന്നത്. ഇവിടെ എല്ലാ ലോകത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. അതിനകത്തൊരു ഷാഢ്യമൊന്നും ഇല്ലാതിരിക്കുകയാണെങ്കിൽ, കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ വിമുഖത ഇല്ലാതിരിക്കുകയാണെങ്കിൽ നല്ലതാണ്. യേശു ജനിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്കറിയില്ലേ 100 കണക്കിന് കുട്ടികൾ കൊല്ലപ്പെടുന്നത്. നമ്മൾ കേക്ക് കഴിക്കുമ്പോൾ ജനനത്തിന് വേണ്ടിയാണ് കേക്ക് കഴിക്കുന്നല്ലേ, മരണം നടക്കുന്നില്ല, കൂട്ടക്കുരുതി നടക്കുന്നില്ല. എന്തുകൊണ്ടാണത്? ആരാ കുരുതിക്ക് കാരണം? യേശുവാണോ? യേശുവിന് ജനിക്കാതിരിക്കാൻ പറ്റില്ല. ഹെറോദോസാണോ? എല്ലാ അധികാരികൾക്കും അവരുടെ പ്രശ്നം കസേരയാണ്, നഷ്ടപ്പെടുക എന്നുള്ള വേവലാതിയാണ്. പിന്നെ കുരുതി നടത്തിയ പട്ടാളക്കാരാണോ? പട്ടാളക്കാർ ഉത്തരവ് അനുസരിക്കുകയല്ലേ ഉള്ളൂ. ആരാണ് യഥാർത്ഥത്തിൽ ഈ കുഞ്ഞുകുട്ടികളുടെ കുരുതിക്ക് കാരണമാവുന്നത്? അത് യഥാർത്ഥത്തിൽ കിഴക്ക് നിർത്തിയ 3 പണ്ഡിതന്മാരാണ്. അവർ ദിശാസൂചകമായിട്ടുള്ള നക്ഷത്രത്തിന് പിന്നാലെയാണ് പോവേണ്ടത്. അതിന് പകരം അവർ പോയത് എവിടേക്കാണ്? പോകരുതാത്ത ഇടത്തേക്ക്, അധികാര കേന്ദ്രത്തിന് മുമ്പിൽ പോയി വഴങ്ങുക എന്ന് പറയുന്ന ബുദ്ധിജീവികളുടെ എല്ലാ കാലത്തെയും തോൽവിയാണത്. ആ തോൽവി അവരല്ല ഏറ്റെടുക്കുന്നത് ജനിച്ച് 2 വയസ്സിൽ താഴെയുള്ള മുഴുവൻ കുഞ്ഞുങ്ങളുമാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഓരോ ക്രിസ്മസിനും കേക്ക് രുചിക്കുമ്പോഴും ആഘോഷങ്ങളിൽ പങ്കുചേരുമ്പോഴും ഓർമ്മിക്കേണ്ടത് അത് രക്തസാക്ഷി ദിനം കൂടിയാണ്. ഒന്നല്ല, ഒട്ടേറെ കുഞ്ഞുങ്ങളുടെ രക്തസാക്ഷിത്വം കൂടി ആ ദിനത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നതാണ്. അതൊന്നും ബൈബിൾ വായിച്ചാൽ പോരാ, തിരിച്ചും മറിച്ചും വായിക്കണം. ഉണ്ടുറങ്ങിയാൽ പോരാ, ഏമ്പക്കം വിട്ട് എഴുന്നേൽക്കുമ്പോഴെങ്കിലും നമുക്ക് ഒരു തിരിച്ചറിവുണ്ടാവണം. ഇതൊക്കെ ഓർത്തുകൊണ്ട് നിങ്ങളൊന്ന് കറങ്ങിക്കളാം കേട്ടോ. താങ്ക് യു സാർ. കാരണം ഈ ഒരു യാത്രയിൽ വളരെ സന്തോഷമുണ്ട്. അങ്ങേപോലെ ഒരാൾ നമ്മുടെ ഒരു പരിപാടിയിൽ ഒരു പങ്കാളിയായതിന് ഒരുപാട് മെസ്സേജാണ് ഇപ്പോൾ സാർ തന്നിരിക്കുന്നത്. ഓക്കെ സാർ, താങ്ക് യു. ഏജനറ്റിൻ്റെയും എമ്മി ഗോൾഡിൻ്റെയും 1000 ആശംസകൾ നേരിയാണ്. ഓക്കെ സാർ.
നമ്മുടെ ഏജന്റും എമി ഗോൾഡും സംയുക്തമായി ഒരുക്കുന്ന ജിംഗിൾ ബെൽ മലയോരത്തോടൊപ്പം യാത്ര ഇപ്പോൾ വന്നെത്തിയിരിക്കുന്ന ടൗൺ ഏതാണ്? ടൗണിന്റെ പേരെന്താണ്? ചുഴലി ടൗണിലാണ്. അപ്പോൾ ഇവിടെ കുറച്ച് മക്കളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവർ പരിചയപ്പെടും. നമ്മളെ പേര് ആൻമരിയ. ആൻമരിയ. എവിടെ പഠിക്കുന്നത്? ഇവിടെ തന്നെ. എത്ര ക്ലാസ്? +1. +1. നമ്മളെ പേര് നിഹിത. നിഹിത. നികിത. +1. മേഘന. മേഘന. അഭിനന്ദ. അഭിനന്ദൻ. അനാമയി. നിവേദ്യ. നിവേദ്യ. അപ്പോൾ ഇത് നമ്മുടെ ഏജനറ്റ് ചാനലിലെ എമി ഗോൾഡും സംയുക്തമായി ഒരുക്കുന്ന ജിംഗിൾ ബെല്ലാണ്. അപ്പോൾ ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ നിങ്ങളെ കാണാൻ വന്നിരിക്കുകയാണ്. 28-ാം തീയതിയാണ് നമ്മുടെ എമി ഗോൾഡിൻ്റെ ഉദ്ഘാടനം. ശ്രീകണ്ഠാപുരം ടൗണിൽ പുതിയ ഷോറൂം ഉദ്ഘാടനമുണ്ട്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ നറുക്കെടുപ്പിലൂടെ ക്യാഷ് പ്രൈസ് ഒക്കെ ഉണ്ട്, മോതിരമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ എന്തായാലും 28-ാം തീയതി വരും അല്ലേ? ക്രിസ്മസ് ഒക്കെ എങ്ങനെ അടിച്ചു പൊളിക്കും. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നല്ലൊരു പാട്ട്, നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പന് വേണ്ടി നല്ലൊരു പാട്ട് ആരാ പാടുക? ഞാൻ തോരാത്തൊരീ പൂമാരിയിൽ മൂടട്ടെ നാം മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി നനഞ്ഞോടിയൻ കുടക്കീഴിൽ നീ വന്ന നാൾ കാറ്റാലെ നിൻ ഈരൻ മുടി ചേരുന്നിതൻ മേലാകവേ. ഓക്കെ, നല്ല ഗംഭീരമായിട്ട് പാടി. മോള് സംഗീതമൊക്കെ പഠിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല, പാട്ട് പാടും. കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ഇരിക്കൂർ സബ് ജില്ല അല്ലേ? ഏതായിട്ട് പാടുന്നത്? കവിത. എങ്ങനെ പ്രൈസൊക്കെ? എ ഗ്രേഡ് കിട്ടി. ഓക്കെ, അപ്പോൾ വേറെ ഒരാളും കൂടി. വിജനതീരമേ നിഴലിയും ഏകാന്ത ഭാവനയിൽ ഒരു സഞ്ചാരി സ്വപ്ന സഞ്ചാരി നിന്റെ ശിഥിലമോർമകളിൽ പൂക്കപടലം ഏകാന്തമാം ചിന്തകളിൽ കടങ്കഥകൾ ഉന്മാദമുളവാക്കും സഞ്ചാരങ്ങൾ അതിൽ ഉപമയെ ഉപമിക്കാൻ ഉപവാസങ്ങൾ അറിയില്ല പണ്ടേ അറിയില്ല. ഓ, അടിപൊളി അടിപൊളി അടിപൊളി. ആ നോട്ടീസ് ഒന്ന് കൊടുത്തേ. അപ്പോൾ എമി ഗോൾഡിൻ്റെ ഉദ്ഘാടനമാണ് നമ്മളെ വരുന്ന 28-ാം തീയതി. അപ്പോൾ നിങ്ങളെല്ലാവരും എമി ഗോൾഡ് 28-ാം തീയതി വരിക. അപ്പോൾ പാട്ട് പാടി തന്ന മോക്ക് എമി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന മനോഹരമായിട്ടുള്ള സമ്മാനം മേടിച്ചോ. സന്തോഷം. അപ്പോൾ 28-ാം തീയതി എമി ഗോൾഡിൽ വരും. മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ ഏജന്റ് എമി ഗോൾഡ് സംയുക്തമായി ഒരുക്കുന്ന ജിംഗിൾ ബെല്ലാണ്. നിങ്ങളുടെ ആഘോഷങ്ങളിൽ പങ്കുചേരാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. 28-ാം തീയതിയാണ് നമ്മുടെ എമി ഗോൾഡിൻ്റെ ഉദ്ഘാടനം ശ്രീകണ്ഠാപുരത്ത്. അപ്പോൾ നിരവധി സമ്മാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും വരണം. എൻ്റെ പേരെന്താ? എൻ്റെ പേര് ശങ്കരേട്ടൻ. എത്ര വർഷക്കാലമായി നമ്മളെ ഇവിടെ ഈ കടല ഇപ്പോൾ കുറച്ച് ദിവസമായില്ലയോ? കാരണം അതിന് മുമ്പ് വേറെ ഇവിടെ ഈ കട ഞാൻ എടുത്താണല്ലേ? ഇവിടെ താമസം എവിടെയാ? താമസം പെരുങ്ങുന്നു, ചെങ്ങളായി. എങ്ങനെയുണ്ട് നമ്മളെ ഈ നാട്? മോശമൊന്നുമില്ല, നല്ല സഹകരണമുണ്ട് ജനങ്ങളെ. പിന്നെ കച്ചവടം ഉണ്ട്. ഉച്ച കഴിഞ്ഞേ ഉള്ളൂ. പിന്നെ എല്ലാവരും സഹകരണം ഉണ്ടതുകൊണ്ട് ചാവിടിക്കേണ്ട പൈസ കിട്ടും. ഓക്കെ. പിന്നെ നമ്മളെ ഈ 28-ാം തീയതി എന്തായാലും നമ്മൾ എമി ഗോൾഡിൽ വരണം. കാരണം
ഇവിടുത്തെ നിങ്ങളെ കുടുംബത്തിലുള്ള എല്ലാവരെയും കൂട്ടി വരണം. കാരണം നറുക്കെടുപ്പിലൂടെ 3 പേർക്ക് 10,000 രൂപ ക്യാഷ് പ്രൈസ് ഉണ്ട്, പിന്നെ ഡയമണ്ട് മോതിരം ഉണ്ട്. അങ്ങനെ ഒരുപാട് ഒരുക്കങ്ങളുണ്ട് നമ്മുടെ എമി ഗോൾഡിൽ, സവിശേഷതകളുണ്ട്. അപ്പോൾ എന്തായാലും വരണം, തീർച്ചയായിട്ടും വരാം അല്ലേ? അപ്പോൾ നമ്മുടെ ഏജന്റിലെ പ്രേക്ഷകർക്ക് വേണ്ടി 2 പാട്ട് പാടാൻ പറ്റും. സാമ്യമകന്നോരുദ്യാനമേ കൽപ്പകോദ്യാനമേ നിന്റെ കഥകളി മുദ്രയാം കമലദളത്തിലൻ ദേവിയുണ്ടോ ദേവി സാമ്യമകന്നോരുദ്യാനമേ മഞ്ചുതരയുടെ മഞ്ഞിൽ മുങ്ങും കുഞ്ചകുടീരങ്ങളിൽ ലാവണ്യവതികൾ ലാളിച്ചു വളർത്തും ദേവഹംസങ്ങളെ നിങ്ങൾ ദൂതുപോയൊരൻ സരോവരത്തിലൻ ദേവിയുണ്ടോ ദേവി സാമ്യമകന്നോരുദ്യാനമേ കച്ചമണികൾ നൃത്തം വെക്കും വൃശ്ചികരാവുകളിൽ നാഗേന്ദുമുഖികൾ നാണത്തിലൊളിക്കും രോമഹർഷങ്ങളെ നിങ്ങൾ പൂവിടത്തിയ തപോവനത്തിലൻ ദേവിയുണ്ടോ ദേവി സാമ്യമകന്നോരുദ്യാന. അടിപൊളി ശങ്കരേട്ടൻ തകർത്തു. അപ്പോ ചില്ലറക്കാരനല്ല, നമ്മളെ കടല വിൽക്കുകയാണേലും നല്ലൊരു ഗായകൻ കൂടിയാണെന്ന് ഇപ്പോ നമ്മളെ ഈ കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എമി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്നു നമ്മളെ ശങ്കരേട്ടൻ. കടല ഇവിടെ ആക്കുന്ന തിരക്കിലാണെങ്കിലും നല്ലൊരു പാട്ടാണ് നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി പാടി തന്നത്. അപ്പോൾ 28-ാം തീയതി ശങ്കരേട്ടൻ എന്തായാലും എമി ഗോൾഡിൽ എത്തൂലേ? തീർച്ചയായും. അപ്പോൾ നല്ലൊരു പാട്ടാണ് പാടി തന്നത്. അപ്പോൾ നമ്മുടെ എമി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന മനോഹരമായിട്ടുള്ള സമ്മാനം. ഓക്കെ, അപ്പോൾ ഇനി ഒരുപാട് പാട്ടുകളൊക്കെ പാടുന്നതാണല്ലേ? എമി ഗോൾഡിന് എല്ലാവിധ ആശംസകളും. പങ്കുവയ്ക്കുക അല്ലേ? ഏഴാൾ കൂട്ടുകാരായിരിക്കും. പേരെന്താ? കുഞ്ഞിക്കണ്ണൻ. ഓക്കെ. പണ്ട് ചെറുപ്പം തൊട്ട് രണ്ടാളും കൂട്ടുകാരായിരുന്ന? അതാണ് നമ്മളെ കൂട്ടുകാരെപ്പോഴും കൂട്ടുകാരനല്ലേ അല്ലേ? എത്ര പ്രായമായാലും പ്രായമല്ലൊരു നമുക്കിപ്പോൾ ഈ പ്രായം എന്ന് പറയുന്നത് അങ്ങനെ കണക്ക് കൂട്ടണ്ട. കാരണം ഇപ്പം 12 മാസം ആയതുകൊണ്ടല്ലേ പ്രായം. അപ്പോൾ 24 മാസം അങ്ങനെ നേരെ പകുതിയായിരിക്കൂലേ? അപ്പോൾ അത്രയേ ഉള്ളൂ, പ്രായം നമുക്ക് കണക്കാക്കണ്ട. അപ്പോൾ ഇത് എമി ഗോൾഡിന്റെ ഉദ്ഘാടനമാണ് ശ്രീകണ്ഠാപുരം. 28-ാം തീയതി രാവിലെ 9:00 സമയമുണ്ടെങ്കിൽ അങ്ങോട്ട് വരുക. വരുന്നവരിൽ നിന്ന് നറുക്കെടുത്തിട്ട് അതെയാ, അപ്പോൾ എന്തായാലും വരുക. വരുന്നവരിൽ നിന്ന് നറുക്കെടുത്തിട്ട് 3 പേർക്ക് 10,000 രൂപ വെച്ച് സമ്മാനം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പണിക്കൂലി 2% ഉള്ളൂ 14 ദിവസം വരെ. അങ്ങനെ ഒരുപാട് സവിശേഷതകളുണ്ട്. ഇപ്പോൾ രണ്ടാളും വരുക. അപ്പോൾ ഹാപ്പി ക്രിസ്മസ്. കണ്ടതിൽ വളരെ സന്തോഷം. നമ്മൾ മടമത്താണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറേ ചേട്ടന്മാരുണ്ട്. നമ്മുടെ നോട്ടീസൊക്കെ കണ്ട് എമി ഗോൾഡിൻ്റെ നോട്ടീസൊക്കെ കണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ പേരും കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു. ഏട്ടാ എന്താ പേര്? ഇവിടെ തന്നെയാണ് വീട്. എങ്ങനെ നമ്മുടെ ഈ ആഘോഷം ഈ ക്രിസ്മസ് ഒക്കെ എങ്ങനെ? എന്താ ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ട്? ബിൽഡിംഗ് പണിയാണ്. അപ്പോൾ ഇന്ന് ലീവായിരുന്നോ? ലീവാണല്ലേ? ഉഷാറായിട്ട് പോകുന്നു, ഗംഭീരമായിട്ട് പോകുന്നു. ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിക്കും. അപ്പോൾ ഇപ്രാവശ്യത്തെ ക്രിസ്മസിൽ നമ്മളെ എമി ഗോൾഡിൽ വരിക 28-ാം തീയതിയാണ് അതിൻ്റെ ഉദ്ഘാടനം. വന്ന് വരിക. ഒരുപാട് സമ്മാനങ്ങളുണ്ട് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നറുക്കെടുപ്പിലൂടെ ക്യാഷ് പ്രൈസ് ഉണ്ട് എല്ലാം. എന്തായാലും 28-ാം തീയതി എത്താം. ഏട്ടാ എന്താ പേര്? ജേക്കപ്പേട്ടൻ. എന്ത് ജോലി? കൃഷിപ്പണിയാണ്. കർഷകനാണ്.
ഇപ്പോൾ മലയോര ജനതയിൽ ഏറ്റവും കൂടുതൽ കർഷകരാണ് ഇപ്പോൾ കർഷകരാണ്. പിന്നെ എന്തുണ്ട് ക്രിസ്മസിന്റെ ആഘോഷ പരിപാടിയൊക്കെ ആരംഭിക്കുന്നുണ്ടോ? ആരംഭിക്കുന്നുണ്ട്. നോമ്പാണോ? നോമ്പൊന്നും ഇല്ലല്ലേ? ആ പരിപാടിയൊന്നും ഇല്ല. പാട്ടൊക്കെ പാടുമോ? ഇല്ല, പാട്ടൊന്നും പാടില്ല. ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ഒരു പാട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊരു അരങ്ങാവുമായിരുന്നു അല്ലേ? അപ്പോൾ മറക്കണ്ട, 28-ാം തീയതി നമ്മളെ എമി ഗോൾഡിൽ വരിക. ഏട്ടാ എന്താ പേര്? ഭാസ്കരേട്ട. എന്തുണ്ട് വിശേഷം? സുഖം? അങ്ങനെ പോകുന്നു. എന്നും വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരിക്കാറുണ്ട്? എന്നും വരും. ഈ പ്രകൃതിയെ വളരെ നന്നായി സ്നേഹിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ഈ മരങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് പോകുന്നത് അല്ലേ? എല്ലാവരും നല്ല സൗഹൃദത്തിന് ഉടമകളാണ്. പിന്നെ 28-ാം തീയതിയാണ് നമ്മുടെ എമി ഗോൾഡിൻ്റെ ഉദ്ഘാടനം. അപ്പോൾ 28-ാം തീയതി വരിക. നിരവധി സമ്മാനങ്ങളുണ്ട് നിങ്ങളെയും കാത്ത്. അപ്പോൾ വീട്ടുകാരോടൊക്കെ പറയാം. ശരി. ക്രിസ്മസ് എങ്ങനെ ആഘോഷം? അങ്ങനെ പോകുന്നു. അടിച്ചു പൊളിക്കും. ഓക്കെ. ഏട്ടാ എന്താ പേര്? തങ്കച്ചേട്ടൻ. നോമ്പുണ്ടോ? നോമ്പുണ്ടല്ലേ? അപ്പോൾ ഒരു നോമ്പുള്ള ഒരാളെ കണ്ടു. എന്താ ജോലി ചെയ്യുന്നത്? ഞാൻ ഈ തേപ്പിൻ്റെ ഒക്കെ പണിയാണല്ലേ? എത്ര വർഷമായി ഇപ്പോൾ? കുറേ വർഷമായി, 25 വർഷമായി. 25 വർഷമല്ലേ? അങ്ങനെ ജോലിയൊക്കെ ഇപ്പം എങ്ങനെ? കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. ബുദ്ധിമുട്ടില്ലാതെ ഇങ്ങനെ പോകുന്നല്ലേ? പാട്ടൊക്കെ പാടുമോ? ഇല്ല. അപ്പോൾ ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന് എന്തായാലും എമി ഗോൾഡിൽ 28-ാം തീയതിയാണ് ഉദ്ഘാടനം. അപ്പോൾ എന്തായാലും വരിക. നമ്മളെ ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ ഉണ്ട്, നിങ്ങൾ ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ്. ഓക്കെ. ഏജന്റ് ചാനലൊക്കെ കാണാറുണ്ടോ? ഉണ്ടല്ലേ? ഓക്കെ. എന്താ ഏട്ടാ പേര്? ഷൈജു. എന്താ ജോലി ചെയ്യുന്നത്? ഞാൻ കൂലിപ്പണിയാണ്. പിന്നെ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളൊക്കെ കുഴപ്പമില്ല, അടിപൊളിയായിട്ട് അടിച്ചു പൊളിക്കും. ക്രിസ്മസിന് എന്തെങ്കിലും വെറൈറ്റി പ്രോഗ്രാമുകളുണ്ടോ ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ടോ? ഇല്ല, വെറൈറ്റി ഒന്നുമില്ല. ഇല്ല, ഉഷാറായിട്ട് പോകണു. പാട്ട് പാടുമോ? ഇല്ല. പിന്നെ 28-ാം തീയതി ഞാൻ പറഞ്ഞല്ലോ എമി ഗോൾഡിൽ എന്തായാലും തീർച്ചയായും എത്തുക. ഏട്ടാ എന്താ പേര്? രവിയേട്ടൻ നല്ല മുറുക്കിയൊക്കെ ഇരിക്കുകയാണല്ലേ? പിന്നെ എന്താ ഏട്ടാ വർക്ക് ജോലി ചെയ്യുന്നത്? കൃഷിപ്പണിയാണല്ലേ? മെയിനായിട്ട് എന്താണ്? മെയിൻ വാഴ വെക്കും, കപ്പ വെക്കും, നെൽകൃഷിയും. അങ്ങനെ നല്ല രീതിയിൽ തന്നെ പോകുന്നു. പിന്നെ പാട്ടൊക്കെ പാടുമോ? ഇല്ല, പാട്ടൊന്നും പാടിയ നമുക്കൊരു പാട്ടൊക്കെ കിട്ടുമായിരുന്നു, ഒരു അടിച്ച് പൊളിച്ച് നല്ല ഒരു ഗംഭീരാക്കായിരുന്നു. എന്നാലും കുഴപ്പമില്ല. 28-ാം തീയതി നമ്മുടെ എമി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ വരിക. അതുപോലെ തന്നെ ഏട്ടാ എന്താ പേര്? ജോസേട്ടാ. എന്താണ് കൃഷിപ്പണിയാണോ? കൂലിപ്പണിയാണല്ലേ? അങ്ങനെ ഇന്ന് ലീവായിരുന്നു? ഇപ്പം പണി കുറവാണ്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ വളരെ നമ്മളെ ഈ എപ്പിസോഡിൽ ഏറ്റവും ഒരു സന്തോഷം നിറഞ്ഞ ഒരു എപ്പിസോഡാണ് ഈ ഒരു കൂട്ടായ്മ. കാരണം എന്ന് പറഞ്ഞാൽ ഈ നമ്മളെ ഈ മടമ്പത്ത് ഇത്രയും നല്ല സൗഹൃദങ്ങൾ വൈകുന്നേരങ്ങളിൽ, അത് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് നല്ല മരങ്ങൾ മുറിച്ചു മാറ്റാതെ ഭംഗിയായി ടൈൽസെല്ലാം ഇട്ടിട്ട് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇവർക്ക് വൈകുന്നേരങ്ങൾ വന്നിരിക്കാൻ. അപ്പോൾ ഇത് ശരിക്കും ഒരു സൗഹൃദ കൂട്ടായ്മ തന്നെയാണ് നമ്മളെ മടമ്പത്തെ ഈ ചേട്ടന്മാരുള്ളത്. അപ്പോൾ 28-ാം തീയതി എന്തായാലും എത്തുക. ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെ ആശംസകൾ നേരുകയാണ് ഏജന്റും അതേപോലെ തന്നെ എമി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും. ഓക്കെ. അപ്പോൾ എല്ലാവരും 28-ാം തീയതി ശ്രീകണ്ഠാപുരം തൊട്ടടുത്താണ്. നറുക്കെടുപ്പിലൂടെ നല്ല സമ്മാനങ്ങൾ, ക്യാഷ് പ്രൈസാണ് നിങ്ങളെ തേടിയെത്തുന്നത്. അതുപോലെ തന്നെ ഡയമണ്ട് മോതിരങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എത്തുക. അപ്പോൾ നമ്മൾ പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു ചോദ്യം ചോദിക്കാം. ചോദ്യത്തിന് ഉത്തരം നൽകിക്കഴിഞ്ഞാൽ എമി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന മനോഹരമായിട്ടുള്ള സമ്മാനമുണ്ട്. ചോദ്യം ഇതാണ്, നമ്മളെ ക്രിസ്മസ് ട്രീ ഇല്ലേ, അത് നിർമ്മിച്ച രാജ്യം. ഒരു രാജ്യത്തിൻ്റെ പേര് പറഞ്ഞാൽ മതി. കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ സ്കൂളിൽ ചോദിച്ച ചോദ്യമാണ്. ക്രിസ്മസ് ട്രീ ആദ്യമായി നിർമ്മിച്ച രാജ്യം? ഇസ്രായേൽ. അറിയില്ല. എനിക്കും അറിയില്ല. ഏതെങ്കിലും രാജ്യത്തിൻ്റെ പേര് പറ. ഇസ്രായേൽ ആയിരിക്കും. അതെന്ന് തോന്നുന്നു. ഫുട്ബോളൊക്കെ കാണാറുണ്ടോ? ഏറ്റവും ഇഷ്ടപ്പെട്ട കളിക്കാരൻ ഫുട്ബോൾ കളി കാണാനുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇതൊന്നുമില്ല. മൂന്നക്ഷരമേ ഉള്ളൂ. ഇസ്രായേൽ അല്ല, റൊണാൾഡോ. മൂന്നക്ഷരം ഫുട്ബോൾ കളിക്കാറുണ്ട്. അവരുടെ രാജ്യമാണ്. 3 അക്ഷരം അല്ലേ? ഇറ്റലി അല്ല. ആലോചിച്ച് നോക്കിയേ. എല്ലാം അടുത്ത് വരും അല്ലേ? 4 അക്ഷരം. കാനഡ. അത് 3 4 അക്ഷരം. കാനഡ. 4 അക്ഷരം അമേരിക്ക. അല്ല. ജപ്പാനാണോ? ജപ്പാൻ. ഏകദേശം അടുത്തെത്തി കേട്ടോ. അതിലൊരു അക്ഷരമുണ്ട് അല്ലേ? ഏകദേശം അടുത്തെത്തി. ഈജിപ്ത് അല്ലല്ലോ. ഈജിപ്ത് അല്ല. ചോദ്യം ഇതാണ്, ക്രിസ്മസ് ട്രീ ആദ്യമായി നിർമ്മിച്ച രാജ്യം. ഇതിന് ഉത്തരം നൽകി കഴിഞ്ഞാൽ എമി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന മനോഹരമായിട്ടുള്ള സമ്മാനമുണ്ട്.
ഓക്കെ, അപ്പോൾ വളരെ സന്തോഷം. ഇവരുടെ ഈ ഒരു വൈകുന്നേരങ്ങളിലെ ഈ ഒരു കുശലം പറച്ചിലിൽ ഞങ്ങളും എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ എമി ഗോൾഡിൻ്റെയും ഏജനറ്റിൻ്റെയും ക്രിസ്മസ് ആശംസകൾ ഒരിക്കൽ കൂടി നേരുകയാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഓക്കെ, എല്ലാവർക്കും ക്രിസ്മസിൻ്റെ പുതുവത്സരത്തിൻ്റെ ആശംസകളും. ഓക്കെ ഓക്കെ. ജർമ്മനി. അപ്പോൾ നമ്മുടെ ജിംഗിൾ ബെൽ യാത്ര ഏജനറ്റും അതേപോലെ തന്നെ എമി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും ഒരുക്കിയ നമ്മുടെ ഈ ജിംഗിൾ ബെൽ യാത്ര മലയോരത്തോടൊപ്പം 3-ാം ദിവസത്തെ യാത്ര നമ്മളിപ്പോൾ മടമ്പത്ത് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. രാവിലെ മുതൽ ഉള്ള ഈ മലയോര ജനതയുടെ സ്ഥിരാകേന്ദ്രങ്ങളിലൂടെയുള്ള യാത്രയിൽ ഒരുപാട് ഈ എപ്പിസോഡിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു ചിത്രകാരനെ വരെ നമുക്ക് ഇതിനകത്ത് ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് ലഭിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ മഹത്തായ വാക്കുകൾ നമ്മൾ കേട്ടു. അതേപോലെ തന്നെ ഒരുപാട് പേരുടെ നല്ല നല്ല പാട്ടുകൾ, പ്രായഭേദമന്യേ എല്ലാവരും, ചെറിയ മക്കളാണേലും അത് മുതിർന്നവരൊക്കെ ആണേലും നല്ല പാട്ടുകളൊക്കെ പാടിത്തന്ന് ജിംഗിൾ ബെൽ എന്ന ഈ ഒരു നമ്മുടെ ഈ ക്രിസ്മസിൻ്റെ ആഘോഷവേളയിൽ ഏജനറ്റിൻ്റെയും എമി ഗോൾഡിൻ്റെയും ഈ ആഘോഷ വേളയിൽ എല്ലാവരും ജനങ്ങൾ, മലയോര ജനത ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഈ ഒരു യാത്രയെക്കുറിച്ച് പറയാനുള്ളത്? വളരെ സുന്ദരമായ ഒരു യാത്രയായിരുന്നു ഇന്നത്തെ. ഒരുപാട് പേരെ പരിചയപ്പെടാൻ പറ്റി, ഒരുപാട് പേരോട് നമ്മുടെ കാര്യങ്ങൾ സംസാരിച്ചു, അവരുടെ കാര്യങ്ങൾ സംസാരിച്ചു. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്, അല്ലേ? അപ്പോൾ നാളെയും നല്ല ദിവസം, നാളെയും നല്ലൊരു ദിവസമാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, ആശംസിക്കാം. അപ്പോൾ എന്നും നിങ്ങളോടൊപ്പം മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ ഉണ്ടാകും. അതേപോലെ തന്നെ 28-ാം തീയതി, ഡിസംബർ 28-ാം തീയതി ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുന്ന, ശ്രീകണ്ഠാപുരത്ത് ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുന്ന എമി ഗോൾഡും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും. നിങ്ങളുടെ സഹകരണമാണ് എമി ഗോൾഡിൻ്റെ വിജയം. അപ്പോൾ അടുത്ത ദിവസം ജിംഗിൾ ബെല്ലിൻ്റെ 4-ാമത്തെ എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.